5. പഞ്ചുമേനോന്റെ ക്രോധം. തന്റെ സമ്മതം കൂടാതെ ഷിന്നനെ മദിരാശിക്ക് കൊണ്ടുപോയത് കൊണ്ടും ഷീനുപ്പട്ടരുടെ അധികപ്രസംഗമായ വാക്കുകളെ കൊണ്ടും പഞ്ചുമേനോന് ക്രോധം സഹിച്ചുകൂടാതെയായി. താൻ നേരിട്ട് കാണുന്ന സർവ്വജനങ്ങളെയും ഒരുപോലെ ശകാരവും പാടുള്ളയിടത്ത് പ്രഹരവും തുടങ്ങി. ഒന്നാമത് ചാത്തരമേനോനെ വിളിക്കാൻ പറഞ്ഞു. വളരെ സാധുവും ക്ഷമാഗുണമുള്ളവനുമായ ചാത്തരമേനോൻ പഞ്ചുമേനോന്റെ മുമ്പിൽ വന്ന് പഞ്ചപുച്ഛമടക്കി ഭയപ്പെട്ടുകൊണ്ടു നിന്നു. പഞ്ചുമേനോൻ: എടാ കുരുത്തം കെട്ട കഴിവേറി, തെമ്മാടി, ഷിന്നനെ മദിരാശിക്ക് അയച്ചുവോ എടാ? ചാത്തരമേനോൻ: ഷിന്നനെ മദിരാശിക്ക് മാധവൻ കൂട്ടിക്കൊണ്ടുപോയി. പഞ്ചുമേനോൻ: നിന്റെ സമ്മതം കൂടാതെയോ? ചാത്തരമേനോൻ: എന്നോട് പ്രത്യേകം സമ്മതമൊന്നും ചോദിച്ചിട്ടില്ല. പഞ്ചുമേനോൻ: നിന്റെ സമ്മതം കൂടാതെയോ കൂട്ടിയിട്ടോ കൊണ്ടുപോയത്? അത് പറ തെമ്മാടി, അത് പറ. ചാത്തരമേനോൻ: ഞാൻ വിരോധിച്ചിട്ടില്ല. പഞ്ചുമേനോൻ: എന്തുകൊണ്ട് നീ വിരോധിച്ചിട്ടില്ല? എനിക്ക് ഈ കാര്യം സമ്മതമല്ലെന്ന് നീ അറിയില്ലേ, പിന്നെ എന്തുകൊണ്ട് വിരോധിച്ചിട്ടില്ല? ചാത്തരമേനോൻ: വലിയമ്മാമനോട് അച്ഛൻ ചോദിച്ചു സമ്മതം വാങ്ങി എന്ന് പറഞ്ഞു. പഞ്ചുമേനോൻ: ഏത് അച്ഛൻ? കോമട്ടിയോ? ആ കുരുത്തം കെട്ട കോമട്ടിയെ തറവാട്ടിൽ കയറ്റിയ മുതൽ ഇവിടെ കുരുത്തക്കേടേ ഉണ്ടായിട്ടുള്ളൂ. ആ കോമട്ടി നിന്നോട് എന്താണ് പറഞ്ഞത്? ചാത്തരമേനോൻ: അച്ഛൻ ചോദിച്ചു സമ്മതം വാങ്ങി എന്ന് എന്നോട് ഗോപാലനാണ് പറഞ്ഞത്. പഞ്ചുമേനോൻ: ഗോപാലനെ വിളിക്ക്. ഈ ഗോപാലൻ കുറെ ധൃതിക്കാരനും അവിവേകിയുമായ ഒരു ചെറുപ്പക്കാരനാണ്. കൽപ്പന പ്രകാരം ഗോപാലൻ കാരണവരുടെ മുമ്പിൽ വന്നു നിന്നു. പഞ്ചുമേനോൻ: നിന്നോട് നിന്റെ അച്ഛൻ കോമട്ടി എന്താണിടാ പറഞ്ഞത്? ഷിന്നനെ അയക്കാൻ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞുവോ? ഗോപാലൻ: എൻ്റെ അച്ഛൻ കോമട്ടിയല്ല, പട്ടരാണ്. പഞ്ചുമേനോൻ: എന്തു പറഞ്ഞു നീ, കുരുത്തം കെട്ട ചെക്ക? എന്ന് പറഞ്ഞ് പഞ്ചുമേനോൻ എഴുന്നേറ്റ് ഗോപാലനെ 2-3 പ്രഹരിച്ചു. ഗോപാലൻ: എന്നെ വെറുതെ തല്ലണ്ട. പഞ്ചുമേനോൻ: തല്ലിയാൽ എന്താണടാ? ഇപ്പോൾ തല്ലിയില്ലേ, എന്നിട്ട് എന്താണ്, നീ കൊണ്ടില്ലേ? അപ്പോഴേക്ക് ശങ്കരമേനോൻ ഓടിയെത്തി. അമ്മാമ്മൻ്റെ മുമ്പിൽ പോയി നിന്ന് ഗോപാലനെ പിടിച്ച് അകറ്റി പിന്നിൽ നിർത്തി. പഞ്ചുമേനോൻ: ശങ്കര, ഇവിടെ കാര്യമെല്ലാം തെറ്റിക്കാണുന്നു. കലിയുഗത്തിൻ്റെ വിശേഷം. ആ കുരുത്തം കെട്ട മാധവൻ എന്നെ അവമാനിച്ചതെല്ലാം നീ കേട്ടില്ലേ? അവനെ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിനാൽ എനിക്ക് വന്ന ദോഷമാണിത്. അതിരിക്കട്ടെ, ഇപ്പോൾ ഈ തെക്കും വടക്കും തിരിയാത്ത ഈ ചെക്കൻ ഗോപാലൻ കൂടി എന്നോട് ഉത്തരം പറയുന്നു. ഇവൻ്റെ പല്ല് തല്ലിക്കളയണ്ടേ? ശങ്കരമേനോൻ: ഈ കാലത്ത് കുട്ടികളോട് അധികം സംസാരിക്കാൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഗുരുത്വം ലേശമില്ലാത്ത കാലമാണ്. ഞാൻ ഇവറ്റകളോട് ഒന്നും പറയാറില്ല. പഞ്ചുമേനോൻ: നീയാണ് ഇവരെയെല്ലാം ഇങ്ങനെ തുമ്പില്ലാതെ ആക്കുന്നത്. ആട്ടെ ചാത്തര, ഇനി മേലിൽ ചെറുതുരുത്തിക്കളത്തിലെ കാര്യം ഒന്നും നോക്കേണ്ട. കാര്യം ഇപ്പോൾ വെക്കണം പിരിഞ്ഞ പണത്തിൻ്റെ കണക്കും കാണിക്കണം. ഈ നിമിഷം വേണം. ചാത്തരമേനോൻ: വലിയമ്മാമൻ്റെ കൽപ്പന പോലെ നടക്കാം. പഞ്ചുമേനോൻ: കഴിവേറി, നിനക്ക് വല്യമ്മാമൻ്റെ കൽപ്പനയോ? കോമട്ടിയുടെ മകനല്ലേ എടാ നീ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കുരുത്തം കെട്ട് പോയത്. നിനക്ക് വല്ലതും വേണമെങ്കിൽ എൻ്റെ ഇഷ്ടം കൂടാതെ ഉണ്ടാകയില്ല. മാധവന് അവൻ്റെ അച്ഛൻ അധിക പ്രസംഗി ഗോവിന്ദ പണിക്കര് കൊടുക്കും. ഗോവിന്ദ പണിക്കർക്ക് കുടുംബവും ഇല്ല. ആ അഹമ്മദിയാണ് മാധവന്. നിന്റെ അച്ഛൻ കോമട്ടിക്ക് എന്ത് തരുവാൻ കഴിയും? സദ്യയിൽ എച്ചിലിൽ നിന്ന് വാരുന്ന പപ്പടവും പഴവും അല്ലേ? മറ്റെന്തുണ്ടാ കോമട്ടിക്ക്? നീ എന്തിനു പിന്നെ ഇത്ര കുറുമ്പ് കാണിക്കുന്നു? കുരുത്തം കെട്ട ചെക്ക, നീ എന്താണ് മിണ്ടാത്തത്? ചാത്തരമേനോൻ: എനിക്ക് എല്ലാറ്റിനും വലിയമ്മാമൻ തന്നേ ഗതിയുള്ളൂ. പഞ്ചുമേനോൻ: പിന്നെ നീ എന്തിനു മാധവനെ പോലെ കുറുമ്പ് കാണിക്കുന്നു? ആരാടാ ഷിന്നന് ചിലവിന് പണം കൊടുത്തത്? ചാത്തരമേനോൻ: അച്ഛനാണെന്ന് പറഞ്ഞു ഗോപാലൻ. പഞ്ചുമേനോൻ ഗോപാലനോട്: അങ്ങനെ തന്നെയോ? ഗോപാലൻ: അച്ഛനാണ് കൊടുത്തത്. പഞ്ചുമേനോൻ: അച്ഛൻ? നിന്റെ അച്ഛൻ പാലക്കാട്ട് കോമട്ടി, കടക്കൊള്ളി ഉന്തിക്കഴിഞ്ഞ എരപ്പാളി. അവന് എവിടുന്നായിരുന്നു പണം? ഗോപാലൻ: എൻ്റെ അച്ഛൻ കോമട്ടിയല്ല. ശങ്കരമേനോൻ: അധിക പ്രസംഗം പറയണ്ട. പഞ്ചുമേനോൻ എണീറ്റു തല്ലാൻ ഓടിയെത്തി. ശങ്കരമേനോൻ മധ്യത്തിൽ ചാടി. അമ്മാമൻ്റെ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചതിൽ 2-3 പ്രഹരം അയാൾക്കും കിട്ടി. പഞ്ചുമേനോൻ: ശങ്കര, ഗോപാലനെ ഏൽപ്പിച്ച പറമ്പുകളെല്ലാം ഇപ്പോൾ തിരികെ വാങ്ങണം. ഈ അസത്തിന് ഇനി ഒരു കാശ് പോലും ഞാൻ കൊടുക്കയില്ല. ഗോപാലൻ:
പറമ്പുകളെല്ലാം ഞാൻ ഒരു കൊല്ലത്തേക്ക് കുടിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു പോയിരിക്കുന്നു. കൊല്ലം കഴിഞ്ഞേ കുടിയന്മാരെ ഒഴികയുള്ളൂ. പഞ്ചുമേനോൻ: നീ ഒഴിയില്ലേ? ഗോപാലൻ: കുടിയന്മാരാണ് ഒഴിയേണ്ടത്. പഞ്ചുമേനോൻ: നീ ഒഴിയില്ലേ? നിനക്ക് കാണണോ ഒഴിയുന്നത്? ഒഴിയുന്നത് നിനക്ക് കാണണോ? ഗോപാലൻ: ഒഴിയുന്നത് ഞാൻ കണ്ടോളാം. പഞ്ചുമേനോൻ: നീ ഒഴിയുമോ ഇല്ലയോ? ഗോപാലൻ: എൻ്റെ കൈവശം പറമ്പുകളില്ല. പഞ്ചുമേനോൻ: എന്താണ് എടാ കള്ള, കളവ് പറയുന്നുവോ? നിന്നെ ഞാൻ പറമ്പുകൾ ഏൽപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നുവോ? ഗോപാലൻ: ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു കൊല്ലത്തേക്ക് വേറെ ആളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പഞ്ചുമേനോൻ: നീ ഓരോ ദുസ്തർക്കങ്ങൾ പറയുന്നുവോ എന്ന് പറഞ്ഞ് മേനോൻ എണീറ്റ് പിന്നെയും തല്ലാൻ ഓടിയെത്തി. ഗോപാലൻ ഓടിക്കളഞ്ഞു. പിന്നാലെ തന്നെ വൃദ്ധനും മുമ്പിൽ ഗോപാലനും ഓടി അകത്തുനിന്ന് പുറത്തു ചാടി. മിറ്റത്താസകലം ഓടി. ഒടുവിൽ കിടങ്ങിൻ്റെ വാതിൽ ഓടിക്കടക്കുമ്പോൾ പഞ്ചുമേനോൻ വീണു കാലിൻ്റെ മുട്ടുകൾ പൊട്ടി. അപ്പോഴേക്ക് ശങ്കരമേനോൻ ചെന്ന് പിടിച്ച് എടുത്തു. പഞ്ചുമേനോൻ വലിയ ദേഷ്യത്തോടുകൂടി പിന്നെയും ഓടാൻ ഭാവിച്ചു. ശങ്കരമേനോൻ പിടിച്ചു നിർത്തി സാന്ത്വനവാക്കുകൾ പറഞ്ഞു. പഞ്ചുമേനോൻ: നാരായണ, കാലവൈഭവം നോക്കൂ. കലിയുഗത്തിൻ്റെ ഒരു വിശേഷം. ഈ കുരുത്തം കെട്ട ചെക്കൻ്റെ വഴിയെ ഓടി വീണ് ഇതാ എൻ്റെ കാലുകൾ പൊട്ടി. ഞാൻ ഇതെല്ലാം അനുഭവിക്കാറായല്ലോ. കുമ്മിണിക്കും ഈ കുരുത്തം കെട്ട കുട്ടികൾക്കും ഇനി പൈസ പോലും അനുഭവമുള്ള യാതൊരു വസ്തുവും കൊടുക്കരുത്. സകലവും ഇന്ന് ഏറ്റുവാങ്ങണം ശങ്കര. ബാല്യക്കാരും ദാസിമാരും ചോറ് തിന്നുന്നത് പോലെ ചോറ് മാത്രം തിന്നോട്ടെ എന്നും പറഞ്ഞ് പഞ്ചുമേനോൻ അതിദേഷ്യത്തോടെ മാധവൻ്റെ അച്ഛൻ ഗോവിന്ദപ്പണിക്കരെ ഒന്ന് ശകാരിക്കണം എന്ന് നിശ്ചയിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഷീനുപ്പട്ടരെ കണ്ടു. പഞ്ചുമേനോൻ: എന്താണ് താൻ മിനിയാന്ന് മാളികയിന്മേൽ നിന്ന് പറഞ്ഞത്? ഷീനുപ്പട്ടർ: എന്തോ എനിക്ക് ഓർമ്മയില്ല. പഞ്ചുമേനോൻ: കോമട്ടി, ഓർമ്മയില്ല? ഷീനുപ്പട്ടർ: എന്തിന് ബ്രാഹ്മണരെ വെറുതെ അപമാനമായ വാക്കു പറയുന്നു? പഞ്ചുമേനോൻ: ബ്രാഹ്മണൻ? താൻ ബ്രാഹ്മണനല്ല. താൻ എന്താണ് പറഞ്ഞത്? ഷീനുപ്പട്ടർക്കും കുറെ ദേഷ്യം വന്നു. ഷീനുപ്പട്ടർ: നിങ്ങൾ കുട്ടിയെ കഴിവിന്മേൽ കയറ്റാൻ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കാറ് എന്ന് ഞാൻ പറഞ്ഞു. പഞ്ചുമേനോൻ: താൻ ഇനി മേലിൽ എൻ്റെ വീട്ടിൽ കടക്കരുത്. ഷീനുപ്പട്ടർ: ഓഹോ, എനിക്ക് പൂർണ്ണ സമ്മതം, കടക്കുന്നില്ല. പഞ്ചുമേനോൻ: ഇവിടെ ഊട്ടുപുരയിലും അമ്പലത്തിലും കാണരുത്. ഷീനുപ്പട്ടർ: അത് നിങ്ങളുടെ കൽപ്പനയല്ല. എല്ലാ ഊട്ടുപുരയിലും അമ്പലത്തിലും ബ്രാഹ്മണന് പോവാം. പഞ്ചുമേനോൻ: എൻ്റെ ഊട്ടിലും അമ്പലത്തിലും എൻ്റെ സമ്മതം കൂടാതെ താൻ കടക്കുമോ? കാണട്ടെ എന്നാൽ. ഷീനുപ്പട്ടർ: എന്താണ് കാണാൻ? ശരിയായിട്ട് കടക്കും. വിരോധിച്ചാൽ ഞാൻ നിങ്ങളുടെ മേൽ അന്യായം കൊടുക്കും. പഞ്ചുമേനോൻ: എന്തു പറഞ്ഞു കോമട്ടി? എന്നു പറഞ്ഞ് പട്ടരുടെ നേരെ അടുത്തു. ഈ ഒച്ചയും കൂട്ടവും എല്ലാം കേട്ട് ശങ്കരമേനോൻ ഓടിയെത്തി. പട്ടരോട് ഓടിക്കോളാൻ ഭാവം കൊണ്ട് അറിയിച്ചു. താൻ അമ്മാവൻ്റെ അടുക്കെ പോയി നിന്ന് സമാധാനം പറഞ്ഞു തുടങ്ങി. പഞ്ചുമേനോൻ: ഈ ഷീനുപ്പട്ടരെ ഈ ദിക്കിൽ ഞാൻ ഇനി കാണരുത്. അയാൾ എൻ്റെ മേൽ അന്യായം കൊടുക്കുമ്പോൾ. അസത്ത്, ദുഷ്ടൻ, പാപി. ദിവാൻജി അമ്മാവൻ്റെ കൂടെ കുട്ടിപ്പട്ടരായി നടന്നവനാണ് ഈ കോമട്ടി. എൻ്റെ വെഡിദ്ധം കൊണ്ട് തറവാട്ടിൽ കയറ്റി. അവൻ്റെ മാതിരി തന്നെ അസത്തുക്കളായ 2-4 കുട്ടികളെയും ഉണ്ടാക്കി വെച്ചു. അവർ നിമിത്തം ഇപ്പോൾ എൻ്റെ സ്വന്തം മരുമകൻ, എൻ്റെ സ്വന്തം കുട്ടി മാധവനുമായിട്ട് തന്നെ ഞാൻ ശണ്ടയിടാൻ കാരണമായി. സ്വന്തം കുട്ടി മാധവൻ എന്ന് പറഞ്ഞപ്പോൾ ഈ ശുദ്ധാത്മാവിന് ഇടത്തൊണ്ട വിറച്ച് കണ്ണുനീർ വന്നുപോയി. ശങ്കരമേനോൻ: മാധവൻ ഇങ്ങനെയൊന്നും ആവുകയില്ല. അവൻ എന്തോ ഒരു ദേഷ്യത്തിന് അവിവേകമായി പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അവിവേകമായി പറഞ്ഞു പോയി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ മാധവനെക്കുറിച്ച് പിന്നെയും പഞ്ചുമേനോന് കലശലായി ദേഷ്യം വന്നു. പഞ്ചുമേനോൻ: നീ ഒരു ബുദ്ധിയില്ലാത്ത കഴുതയാണ്, ശപ്പനാണ്, എരപ്പാളിയാണ്. അവിവേകമായി പറഞ്ഞു പോയോ? മാധവനോ? ആട്ടെ, അവൻ കണ്ടോട്ടെ. അവനെ ഞാൻ എന്നോട് പറഞ്ഞതിന് നല്ലവണ്ണം ദ്രോഹിക്കും. അവൻ വ്യസനിച്ച് എൻ്റെ കാൽക്ക വന്ന് വീഴും. അവൻ്റെ അച്ഛൻ്റെ പണവും പുല്ലും എനിക്ക് സമം എന്നും പറഞ്ഞ് പഞ്ചുമേനോൻ വടിയും കുത്തി ഗോവിന്ദപ്പണിക്കരുടെ വീട്ടിലേക്ക് പോയി. ശങ്കരമേനോൻ പിന്നാലെ പോയില്ല. ശങ്കരമേനോൻ കുറെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. പഞ്ചുമേനോൻ അതിസമർത്ഥനായ ഗോവിന്ദപ്പണിക്കരുമായി കണ്ടാൽ ശണ്ട കൂടുവാൻ ഇടവരികയില്ലെന്ന് തനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് ശങ്കരമേനോൻ മടങ്ങി.
പഞ്ചുമേനോൻ പതുക്കെ ഗോവിന്ദപ്പണിക്കരുടെ ഭവനത്തിലേക്ക് ചെന്നു കയറി. ഗോവിന്ദപ്പണിക്കർ വളരെ ആദരവോടെ പഞ്ചുമേനോനെ ഒരു കസാലയിന്മേൽ ഇരുത്തി. താനും ഇരുന്നു. പഞ്ചുമേനോൻ: ഈ മാധവൻ ഇങ്ങനെ വന്നുപോയല്ലോ, വിവരങ്ങളെല്ലാം പണിക്കർ അറിഞ്ഞുവോ? ഗോവിന്ദപ്പണിക്കർ: അവന് ഈയിടെ കുറെ അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നു. ഒന്നാമത് കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചാൽ തന്നെ അഹംഭാവം അധികമായിട്ടുണ്ടാവാം. പിന്നെ പരീക്ഷയും മറ്റും ജയിച്ച് കുറേ ദിവസം മദിരാശിയിൽ തന്നെ താമസിക്കുന്നതായാലോ പറയേണ്ടതില്ല. ഇവിടത്തെ മുമ്പാകെ കുറെ ധിക്കാരമായ വാക്കുകൾ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. എനിക്ക് അശേഷം രസിച്ചില്ല. ഞാൻ അവനോട് ഒരക്ഷരവും ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല. ചോദിച്ചിട്ട് എന്ത് ഫലം? പഞ്ചുമേനോൻ: അങ്ങനെ ചോദിക്കാഞ്ഞാൽ കുട്ടികൾ കുരുത്തം കെട്ട് പോവുമല്ലോ. കുറെയെല്ലാം ദേഷ്യപ്പെടാഞ്ഞാൽ കുട്ടികൾ മേൽക്കീഴില്ലാതെ തുമ്പില്ലാതെ ആയി വരുമല്ലോ. ഗോവിന്ദപ്പണിക്കർ: ശരിയാണ്, ഇവിടുന്ന് പറഞ്ഞത് വളരെ ശരിയാണ്, സംശയമില്ല. ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ കുട്ടികൾ മേൽക്കീഴില്ലാതാവും. പഞ്ചുമേനോൻ: എൻ്റെ പണിക്കരെ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഈ മാധവൻ്റെ പ്രായമായിരുന്ന കാലം, എൻ്റെ വലിയമ്മാമൻ്റെ മുമ്പിൽ ചെന്നാൽ ഭയപ്പെട്ടിട്ട് ഞാൻ കിടുകിടെ വിറയ്ക്കും. വല്ലതും ചോദിച്ചാൽ അതിന് ഉത്തരം പറവാൻ കൂടി ഭയപ്പെട്ടിട്ട് വയ്യാതെ ഞാൻ മിഴിക്കും. വലിയമ്മാമനെ കാണുമ്പോൾ സിംഹത്തെയോ മറ്റോ കാണും പോലെ എനിക്ക് ഭയമായിരുന്നു. ഇപ്പോൾ കൂടി വലിയമ്മാമനെ വിചാരിക്കുമ്പോൾ എനിക്ക് ഭയമാവുന്നു. വലിയമ്മാമനുള്ള കാലത്ത് ഒരു ദിവസമുണ്ടായ ഒരു കഥ പറയാം. അന്ന് എനിക്ക് കുറെ ഇഷ്ടനായി ഈ ദിക്കിൽ ഒരു മാപ്പിള ഉണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി എന്ന പേരായിട്ട്. അവനെ ഗോവിന്ദപ്പണിക്കർ അറിയില്ല. മരിച്ചിട്ട് വളരെ കാലമായി. അവനും അന്ന് ഏകദേശം എൻ്റെ പ്രായം തന്നെ ആയിരുന്നു. അവൻ ഒരു കുറി ഏതോ ഒരു ദിക്കിൽ അവൻ്റെ ബാപ്പയുടെ കൂടെ കച്ചവടത്തിനോ മറ്റോ പോയിടത്ത് നിന്ന് മടങ്ങി വന്നപ്പോൾ ഒരു ജോഡ് ചെരുപ്പ് എനിക്ക് സമ്മാനമായി കൊണ്ടുവന്ന് തന്നു. ഞാനത് എത്രയോ ഗോപ്യമായി സൂക്ഷിച്ചു വെച്ചു. വൈകുന്നേരം ഞാൻ പുറത്തെങ്ങാനും പോവുമ്പോൾ ചെരുപ്പ് ഒരു മുണ്ടിലോ മറ്റോ പൊതിഞ്ഞു പൂവള്ളി നിന്ന് ഇറങ്ങിപ്പോവും. അവിടെ നിന്ന് വളരെ ദൂരത്ത് എത്തിയാൽ മാത്രം കാൽക്കലിട്ട് നടക്കും. പിന്നെയും മടങ്ങി വരുമ്പോൾ അങ്ങനെ തന്നെ ദൂരത്ത് നിന്ന് ചെരുപ്പഴിച്ച് ആരും കാണാതെ പൊതിഞ്ഞുകൊണ്ടുവരും. ഇങ്ങനെയായിരുന്നു പതിവ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ പതിവ് പ്രകാരം ചെരുപ്പ് മുണ്ടിൽ പൊതിഞ്ഞും കൊണ്ട് മടങ്ങി വരുമ്പോൾ വലിയമ്മാമൻ പൂമുഖത്ത് നിൽക്കുന്നത് കണ്ടു. ഒടുവിൽ മരിച്ച ദിവാൻജി അമ്മാവൻ്റെയും അമ്മാമനായിരുന്നു ഇദ്ദേഹം. അതിശൂരനായിരുന്നു. എന്നെ കണ്ടപ്പോൾ എന്താണടാ കയ്യിൽ പൊതിഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ഭയപ്പെട്ടിട്ട് ഒന്നും മിണ്ടാതെ നിന്നു. അമ്മാമൻ മുറ്റത്ത് ഇറങ്ങി വന്ന് എൻ്റെ കൈ കടന്നു പിടിച്ചു. മുണ്ടുപൊതി അഴിക്കാൻ പറഞ്ഞു. അഴിച്ചു നോക്കിയപ്പോൾ ചെരുപ്പുകളെ കണ്ടു. നീ ചെരുപ്പിട്ട് നടക്കാറായോ തെമ്മാടി എന്നും പറഞ്ഞ് എൻ്റെ കുടുമ അമ്മാമൻ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് വലിച്ച് പൂമുഖത്ത് കൊണ്ടുപോയി തല്ലാൻ തുടങ്ങി. നാരായണ, ശിവ ശിവ, പിന്നെ ഞാൻ കൊണ്ട തല്ലിന് അവസാനമില്ല. കൈകൊണ്ട് ആദ്യം വളരെ തല്ലി. ദേഷ്യം പിന്നെയും സഹിക്കാതെ അകത്ത് കടന്നുപോയി ഒരു ചൂരലെടുത്തുകൊണ്ട് വന്ന് തല്ല് തുടങ്ങി. ഇതാ നോക്കൂ, എൻ്റെ ഈ തുടയിൽ കാണുന്ന ഈ വലിയ കല അന്നത്തെ തല്ലിൽ കിട്ടിയ മുറിയുടെ കലയാണ്. ഞാൻ ഉറക്കെ നിലവിളിച്ചു. അന്ന് ദിവാൻജി അമ്മാവൻ വീട്ടിലുള്ള കാലമായിരുന്നു. നിലവിളി പൂവരങ്ങിൽ കേട്ടിട്ട് അദ്ദേഹം ഓടി വന്ന വല്യമ്മാമനെ പിടിച്ചു നീക്കി എന്നെ എടുപ്പിച്ച് പൂവരങ്ങിലേക്ക് കൊണ്ടുപോയി എണ്ണയും മറ്റുമിട്ട് ശരീരം ഉഴിയിച്ചു. ഞാൻ 15-20 ദിവസത്തേക്ക് എണീക്കാൻ പാടില്ലാതെ കിടപ്പിലായിപ്പോയി. എൻ്റെ ചെരുപ്പ് ചുട്ട് കരിച്ചു കളവാൻ അമ്മാമൻ കൽപ്പിച്ച പ്രകാരം അത് വെണ്ണീറാക്കി കളഞ്ഞു. അതുമുതൽ ഇതുവരെ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പെങ്ങാനും കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ കഥ വിചാരിച്ചു നോക്കൂ. മാധവൻ പാപ്പാസ് ഇട്ടിട്ടേ നടക്കാറുള്ളൂ. ദിവാൻജി വലിയമ്മാമൻ കൂടി അകത്ത് പാപ്പാസ് ഇട്ട് നടക്കാറില്ല. ഇവൻ ചിലപ്പോൾ അകത്ത് കൂടി പാപ്പാസ് ഇട്ട് നടക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെ കുരുത്തം കെട്ട് പോയാൽ എന്ത് ചെയ്യും? കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നിടത്തോളം വിഡ്ഢിത്തം വേറെ ഒന്നുമില്ല. ഇന്ദുലേഖ ഈ ഇംഗ്ലീഷ് പഠിച്ചിരുന്നില്ലെങ്കിൽ ഇതിൽ ഇത്രയധികം നല്ല ഒരു കുട്ടിയായിരിക്കുമായിരുന്നു. എന്തു ചെയ്യാം, ഓരോ ഗ്രഹപ്പിഴയ്ക്ക് ഓരോ അപകടങ്ങൾ വന്ന് ചേരുന്നു. ഈ ഇംഗ്ലീഷ് പഠിച്ചവരുടെ മാതിരി കണ്ടിട്ട് അത് പഠിക്കാത്തവരും ആ മാതിരിയായി തുടങ്ങി. ആ കള്ളച്ചെക്കൻ ഗോപാലൻ, ആ കോമട്ടി ഷീനുവിൻ്റെ മകൻ എന്നോട് അത്ര ധിക്കാരമായ വാക്കാണ് ഇപ്പോൾ പൂവരങ്ങിൽ വെച്ച് പറഞ്ഞത്. എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. നല്ലവണ്ണം പ്രഹരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ പിന്നാലെ ഓടി. വഴിയിൽ വെച്ച് ഞാൻ വീണു. ഇതാ എൻ്റെ കാലിൻ്റെ മുട്ട് പൊട്ടിയിരിക്കുന്നു. നോക്കൂ, കലിയുഗ വൈഭവം നോക്കൂ. ഗോവിന്ദപ്പണിക്കർ:
കലിയുഗ വൈഭവം തന്നെ, സംശയമില്ല, ഒന്നാം തരം കലിയുഗ വൈഭവം. അല്ലാതെ ഈ വിധമൊന്ന് വീഴാനും പൊട്ടാനും ഇടവരുന്നതല്ല, സംശയമില്ല. പഞ്ചുമേനോൻ: ഗോവിന്ദപ്പണിക്കർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്നറിഞ്ഞില്ല. നിങ്ങളുടെ കാരണവര് ഒരു ദിവസം നിങ്ങളെ കഠിനമായി തല്ലിയത് ഞാനാണ് ഓടിവന്ന് സമാധാനമാക്കിയത്. നിങ്ങളുടെ അമ്മാമൻ നാരായണ പണിക്കര് അതിശൂരനായിരുന്നു. നിങ്ങൾ ഒരു ദിവസം ഓണക്കാലത്ത് വേറെ ചില കുട്ടികളോടുകൂടി ഈ അമ്പലവളപ്പിൽ നിന്ന് ആട്ടക്കളം പിടിച്ച് കളിക്കുന്നത് അദ്ദേഹം കണ്ടിട്ട് അമ്പലവളപ്പിൽ നിന്ന് നിങ്ങളെ തല്ലു തുടങ്ങി. ഇവിടെ എത്തുന്നതുവരെ തല്ലി, പിന്നെ ഇവിടെ വന്നിട്ടും തല്ലി, വല്ലാതെ തല്ലിക്കളഞ്ഞു. നിലവിളി കേട്ട് ഞാൻ ഓടി വന്ന് സമാധാനമാക്കി. പിന്നെ അക്കുറി ഓണത്തിന് നിങ്ങൾ പുറത്ത് ഇറങ്ങി നടന്നിട്ടേയില്ല. ഇത് ഓർമ്മയുണ്ടോ? ഗോവിന്ദപ്പണിക്കർ: എനിക്കൊരു സ്വപ്നം കണ്ടതുപോലെ ഓർമ്മ തോന്നുന്നുണ്ട്. പഞ്ചുമേനോൻ: നിങ്ങൾക്ക് അന്ന് കഷ്ടിച്ച് 14 വയസ്സേ ആയിട്ടുള്ളൂ. അക്കാലത്ത് നമ്മൾക്ക് എല്ലാം നമ്മളെ അമ്മാമന്മാരെ ഉണ്ടായിരുന്ന ഒരു ഭയം ഇനി ഈ ഭൂമിയുള്ള കാലം കാണുകയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേക്ക് എന്തോ ഒരു അഹമ്മതി താനേ വന്നു കൂടുന്നു. നമ്മൾക്ക് ഒന്നും ഒരറിവുമില്ല. നമ്മൾ ശുദ്ധവിഡ്ഢികളാണെന്ന് അവർക്ക് തോന്നിപ്പോവുന്നു. ഇത് കലിയുഗധർമ്മം എന്നേ പറവാനുള്ളൂ. ഇന്നാൾ ഒരു ദിവസം ഇന്ദുലേഖ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ പെണ്ണേ ആ പുസ്തകത്തിലെ കഥ എന്ന് ഞാൻ ചോദിച്ചു. അവൾ മലയാളത്തിൽ ആ കഥയുടെ സാരം പറഞ്ഞു. ഞാനത് കേട്ടിട്ട് നിർജീവനായി പോയി. ഗോവിന്ദപ്പണിക്കർ: എന്തായിരുന്നു കഥ എന്നറിഞ്ഞില്ല. പഞ്ചുമേനോൻ: അതോ പറയാം. അത് കള്ളക്കഥയാണെന്ന് അവൾ തന്നെ പറഞ്ഞു. എന്നാലും അത് വായിച്ചാൽ കുട്ടികളുടെ മനസ്സ് എത്ര ചീത്തയായി പോവുമെന്ന് നിങ്ങൾ തന്നെ ഓർത്തു പറയിൻ. കഥ ഞാൻ പറയാം. മുഴുവൻ എനിക്ക് നല്ലവണ്ണം ഓർമ്മയില്ല. ഒരു സായിവിന് എന്തോ ഒരു പേര് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഒരു മകൾ ഉണ്ടായിരുന്നു പോൽ. അവൾ ആ സായിവിൻ്റെ മരുമകനെ കല്യാണം കഴിക്കണം എന്ന് നിശ്ചയിച്ചു. മരുമകനും പെണ്ണിൻ്റെ അച്ഛനും തമ്മിൽ രസക്കേടായിരുന്നു. അത് നിമിത്തം അച്ഛൻ സമ്മതിച്ചില്ല. എന്നല്ല, എന്തോ ഒരു വിദ്യയെടുത്ത് ഈ മരുമകന് വേറെ ഒരു സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അത്രേ. ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം മകളെ കല്യാണം ചെയ്യുവാൻ യോഗ്യതയുള്ള പല ആളുകളെയും ഈ സായിവ് വരുത്തി. അതൊന്നും മകൾ സമ്മതിക്കാതെ താൻ ഒരാളെയും കല്യാണം ചെയ്യുകയില്ലെന്ന് തീർച്ചയായി ശാഠ്യം പിടിച്ചു. ഒടുവിൽ മനോവ്യസനം കൊണ്ട് അച്ഛനും ഉടനെ ചത്തുപോയി. ഇതാണ് കഥയുടെ സാരം. നോക്കൂ ഗോവിന്ദപ്പണിക്കരെ, ഈ മാതിരി കഥ പെങ്കിടാങ്ങൾ വായിച്ചാലോ? ഗോവിന്ദപ്പണിക്കർ: വായിച്ചാൽ മഹാകഷ്ടം, മഹാകഷ്ടം. ഇനി എന്ത് നിവൃത്തിയാണ്? ഇംഗ്ലീഷ് വരെ പഠിപ്പിച്ചു പോയി. ഇനി ആ പഠിപ്പ് ഇല്ലാതാക്കാൻ നോം വിചാരിച്ചാൽ നിവൃത്തിയില്ലല്ലോ. ഈ കഥ പറഞ്ഞത് എന്നാണെന്നറിഞ്ഞില്ല. പഞ്ചുമേനോൻ: കുറേ ദിവസമായി. ഗോവിന്ദപ്പണിക്കർ: ശരി, ഇതൊക്കെ വായിച്ചിട്ട് എന്തൊരാവശ്യമാണ്? വല്ല രാമായണമോ ഭാഗവതമോ മറ്റോ വായിക്കരുതേ. പഞ്ചുമേനോൻ: അതാണ് ഞാൻ പറയുന്നത്. എന്തെല്ലാം ഗ്രന്ഥങ്ങൾ നമ്മളുടെ ശാസ്ത്രത്തിലുള്ളത് പൂവള്ളിയുണ്ട്. അതൊന്നും കൈകൊണ്ട് ഒരാളും തൊടാറേയില്ല. ഗ്രന്ഥങ്ങൾ അലേഖയിലുള്ളത് ഒക്കെയും ദ്രവിച്ച് നാനാവിധമായി പോയി. മാധവനോട് പണ്ടൊരു ദിവസം ഈ ഗ്രന്ഥങ്ങൾ തുടച്ച് നന്നാക്കി വെക്കാൻ പറഞ്ഞു. അവൻ ചെയ്തിട്ടില്ല. ഗോവിന്ദപ്പണിക്കർ: എന്നാൽ ഇന്ദുലേഖയ്ക്ക് ഇതുകളെല്ലാം നന്നാക്കി വെക്കരുതേ. പഞ്ചുമേനോൻ: അലേഖ ഗ്രന്ഥങ്ങളെ അവൾക്കും പുച്ഛമാണ്. കടലാസ് ബുക്കുകളെ അല്ലാതെ ഇവരാരും കൈകൊണ്ട് തൊടുമോ? കലിയുഗത്തിൻ്റെ മൂർധന്യം, മറ്റെന്ത് പറയട്ടെ? ഗോവിന്ദപ്പണിക്കർ: കലിയുഗത്തിൻ്റെ മൂർധന്യം തന്നെ, മറ്റൊന്നും ഞാൻ ഇതിന് പറവാൻ കാണുന്നില്ല. പഞ്ചുമേനോൻ: ഇംഗ്ലീഷ് പഠിച്ച് ഇനി ആ വേദത്തിൽ ഈ കുട്ടികൾ ചേരുമോ എന്നാണ് എനിക്ക് ഭയം. ഗോവിന്ദപ്പണിക്കർ: അതിനെക്കുറിച്ച് എനിക്കും നല്ല ഭയമുണ്ട്. ദുർബുദ്ധികൾ ചെന്ന് ചേർന്നു കളഞ്ഞാൽ എന്തു ചെയ്യും? രാജാവ് ഇംഗ്ലീഷ് രാജാവല്ലേ. നമ്മളുടെ സങ്കടം ആര് കേൾക്കും? പഞ്ചുമേനോൻ: ശരി ശരി, ഗോവിന്ദപ്പണിക്കർ പറഞ്ഞത് നല്ല കാര്യമാണ്. എന്നാലും നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. പിന്നെ വരും പോലെ വരട്ടെ. നിങ്ങൾ മാധവനോട് ഇന്നാളത്തെ ഷണ്ടയെപ്പറ്റി നല്ലവണ്ണം ഒന്ന് ചോദിക്കണം. ഗോവിന്ദപ്പണിക്കർ: ചോദിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ മദ്രാശിയിൽ നിന്ന് മടങ്ങി വരട്ടെ. പഞ്ചുമേനോൻ: മദ്രാശിയിൽ നിന്ന് മടങ്ങി വന്നാൽ നല്ലവണ്ണം ഒന്ന് ചോദിക്കണം. പണിക്കർ തന്നെ ചോദിക്കണം. ഗോവിന്ദപ്പണിക്കർ: ഞാൻ തന്നെ ചോദിക്കും, യാതൊരു സംശയവുമില്ല. പഞ്ചുമേനോൻ: ഞാനും നിങ്ങളും ഒരുപോലെ ദേഷ്യപ്പെട്ടാൽ മാധവൻ അടങ്ങിപ്പോവും. ഇപ്പോൾ ഈ ധിക്കാരം എന്നോട് കാണിക്കുന്നത് നിങ്ങളുടെ സഹായമുണ്ടെന്ന് വെച്ചിട്ടാണ്. അത് ഉണ്ടാകയില്ലെന്നറിഞ്ഞാൽ മാധവൻ വളരെ ഒതുങ്ങിപ്പോവും. ഗോവിന്ദപ്പണിക്കർ: ഒതുങ്ങിപ്പോവും, സംശയമില്ല. പഞ്ചുമേനോൻ:
പിന്നെ അതുകൂടാതെ ഞാൻ ഒരു വിദ്യ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതും പണിക്കരോട് പറയാം. പണിക്കര് ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് പറയാം. മാധവന് ഇന്ദുലേഖയെ ഭാര്യയാക്കി കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഇന്ദുലേഖയ്ക്കും അങ്ങനെ ആയാൽ കൊള്ളാമെന്ന് വിചാരമുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ തകരാറാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഒന്നാമത്, മാധവനും ഇന്ദുലേഖയും വയസ്സുകൊണ്ട് തന്നെ നന്നാ ചേരുകയില്ല. പിന്നെ മാധവന് ഇത്ര കാലത്തെ സംബന്ധം തുടങ്ങുന്നതും വെടിപ്പില്ല. ഇന്ദുലേഖയ്ക്ക് വലിയ ധനവാന്മാരായ പ്രഭുക്കൾ ആരെങ്കിലും സംബന്ധം തുടങ്ങുന്നതാണ് അവൾക്കും ശ്രേയസ്. അതുകൊണ്ട് ഞാൻ അവളെ ഒരു വലിയ പ്രഭുവിന് കൊടുപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ പ്രഭു ഉടനെ ഇവിടെ വരും. പക്ഷേ ആ പെണ്ണിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ് പണി. അവൾ ഒരു മഹാശാഠ്യക്കാരത്തിയാണ്. അതിന് പണിക്കരും കൂടി ഒന്ന് ഉത്സാഹിക്കണം. എങ്ങനെ? ഗോവിന്ദപ്പണിക്കർ: ഓഹോ, അങ്ങനെ തന്നെ. വരാൻ പോകുന്ന പ്രഭു ആരാണെന്നറിഞ്ഞില്ല. പഞ്ചുമേനോൻ: മൂർക്കില്ലാത്ത മനക്കൽ നമ്പൂതിരിപ്പാടാണ്. വലിയ ധനവാൻ, അതിമാനുഷനത്രേ. ഗോവിന്ദപ്പണിക്കർ: ശരി, അദ്ദേഹം വരട്ടെ. പഞ്ചുമേനോൻ: ഷിന്നന ചിലവിന് ക്ഷീണിപ്പട്ടര് കൊടുപ്പാനാണ് അത്രേ ഭാവം. അയാളുടെ കയ്യിൽ പണം എവിടെയാണുള്ളത്? ഞാൻ ഒരു കാശ് പോലും കൊടുക്കയില്ല. കുമ്മിണിയുടെ മക്കളുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ ഒഴിപ്പിക്കാനാണ് ഭാവം. ഈ അസത്തുക്കൾ എന്തുകൊണ്ട് പഠിപ്പിക്കും? കാണട്ടെ. ഗോവിന്ദപ്പണിക്കർ: അതെ, അതൊന്ന് കാണട്ടെ. പഞ്ചുമേനോൻ: നിങ്ങൾ പണമൊന്നും സഹായിക്കരുത്. ഗോവിന്ദപ്പണിക്കർ: പണം കൊടുത്തിട്ട് എനിക്കെന്താവശ്യം? പഞ്ചുമേനോൻ: അതാണ് ഞാനും പറയുന്നത്. എന്നും പറഞ്ഞ് പഞ്ചുമേനോൻ അവിടെ നിന്ന് കലഹവും ചീത്തപറയലും കൂടാതെയും തൻ്റെ ഗോപ്യമായ ആലോചന ഗോവിന്ദപ്പണിക്കരോട് വെളിവായി അറിയിച്ചതിൻ്റെ ശേഷവും വീട്ടിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് പഞ്ചുമേനോന് ക്രോധം കുറെ ഒന്ന് ശമിച്ചു. എങ്കിലും നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് സംബന്ധം ഉടനെ നടത്തിക്കളഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ട് തന്നെ വന്നു.